പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന ടോപ്പിക്കാണ്. ശരാശരി എന്ന ടോപ്പിക്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു വീഡിയോയിൽ ഏകദേശം 9 മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 9 മോഡലിലുള്ള ഏകദേശം ഒരു 10-30 ക്വസ്റ്റ്യൻസിനടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ കാണുന്നവർ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം കാണാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക. കാരണം ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ചെയ്യുന്നത്. 9 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള PSCക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോഴേ വീഡിയോ കാണുന്നവർ പൂർണ്ണമായും വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഇന്ന് ഇതിനകത്ത് നമ്മൾ അടുത്ത 10 മുതൽ 18ഓളം മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു വീഡിയോയിലും 9 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള PSCക്ക് കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയുള്ളൂ. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മോഡലിലേക്ക് പോവാം. അടുത്ത മോഡൽ 10ാമത്തെ മോഡൽ നോക്കിക്കോ. 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ത്? 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ n വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരി കാണുന്ന സൂത്രവാക്യം പഠിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു അത്? നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതിനു മുമ്പ് നമ്മൾ ചെയ്ത് തീർന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ 2ാമത്തെ മോഡലായിട്ട് പഠിച്ചായിരുന്നു. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ ശരാശരി കാണാനുള്ള സൂത്രവാക്യം സംഖ്യ പ്ലസ് 1 എന്നുള്ളതായിരുന്നു. ഇവിടെ ഒരു പ്രത്യേക പീരീഡ് നമുക്ക് കൊടുക്കുന്നുണ്ട്. 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരിയാണ് കാണേണ്ടത്. 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരിയാണ് കാണേണ്ടത്. അതിൻ്റെ സൂത്രവാക്യം നോക്കിക്കോ. സൂത്രവാക്യം ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡ് ബൈ 2. ഇതാണ് സൂത്രവാക്യം. മനസ്സിലായോ? 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരി കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൂത്രവാക്യം ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡ് ബൈ 2. ആദ്യ പദം ഇവിടെ എത്രയാണ്? 20 എന്നുള്ളതാണ് ആദ്യ പദം. അവസാന പദം 80 ആണ്. ഡിവൈഡഡ് ബൈ 2. 20 പ്ലസ് 80 100. 100 ഡിവൈഡ് ബൈ 2 50. ഓക്കെ ആണോ? ഓപ്ഷൻ എ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. മനസ്സിലായോ? ഈ സൂത്രവാക്യം മനസ്സിലായോ? 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചത് അല്ലേ? സാധാരണ ഇരട്ടസംഖ്യയുടെ ശരാശരി കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സൂത്രവാക്യം? സംഖ്യ പ്ലസ് 1 എന്നുള്ളതായിരുന്നു സൂത്രവാക്യം അല്ലേ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ 20 മുതൽ 80 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരിയാണ് കാണാൻ ചോദിച്ചത്. അതുകൊണ്ട് ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡ് ബൈ 2 എന്നുള്ളതാണ് നമ്മുടെ സൂത്രവാക്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 50 മുതൽ 250 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരി എന്ത്? നമ്മുടെ ആൻസറിൻ്റെ സൂത്രവാക്യം എന്താ? നമ്മളിത് ചെയ്യാനുള്ള ഈ കണക്ക് ചെയ്യുന്നതിൻ്റെ സൂത്രവാക്യം എന്താണ്? ആദ്യ പദം 50 പ്ലസ് അവസാന പദം 250 ഡിവൈഡഡ് ബൈ 2. ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡ് ബൈ 2. ആൻസർ കിട്ടും 300 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു ആൻസർ 150 എന്ന് കിട്ടും അല്ലേ? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 25 മുതൽ 74 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ത്? 25 മുതൽ 74 വരെയുള്ള ഇരട്ടസംഖ്യയുടെ ശരാശരി എന്ത്? ഇത് ഇവിടെ നോക്കിയേ. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ 25 മുതൽ 74 വരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? 25 എന്നുള്ളത് ഈവൻ നമ്പർ ആണോ? 25 എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണ് അല്ലേ? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 25ൻ്റെ തൊട്ടടുത്തുള്ള ഇരട്ടസംഖ്യ ഏതാണെന്ന് നോക്കുക. തൊട്ടടുത്തുള്ളത് 26 ആണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യ പദം ഇവിടെ എടുക്കേണ്ടത് 26 എന്നുള്ളതാണ്. ആദ്യ പദം എടുക്കേണ്ടത് 26 എന്നുള്ളതാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആദ്യ പദം 26 പ്ലസ് അവസാന പദം 74 ഡിവൈഡഡ് ബൈ 2. 26 പ്ലസ് 74 ഡിവൈഡ് ബൈ 2. ആൻസർ 100 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 50 എന്ന് കിട്ടും. മനസ്സിലായോ പറഞ്ഞാൽ നമുക്ക് തരുന്ന പീരീഡ് ഈവൻ നമ്പർ ആയിരിക്കണം. ഓഡ് നമ്പർ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഈവൻ നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത മോഡൽ നോക്കാം. അടുത്ത മോഡൽ നോക്കിയേ.
നമുക്ക് PSCക്ക് വളരെ അധികം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിന് 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? മിക്കവാറും നമ്മൾ എല്ലാ എക്സാമുകൾക്കും കാണാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധന ഉണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? ഓക്കെ, ഇതിൻ്റെ എളുപ്പവഴി നോക്കിക്കോ, ഇതിൻ്റെ സൂത്രവാക്യം നോക്കിക്കോ. ഇതാണ് നമ്മുടെ സൂത്രവാക്യം. എന്താ? പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്. ഇവിടെ നോക്കിയേ, 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി അല്ലേ? അപ്പം പോയ ആളുടെ ഭാരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 50 കിലോഗ്രാം. ഈ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയിട്ട് പകരം ഒരാൾ വന്നപ്പോൾ എല്ലാവരുടെയും ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ചെയ്യേണ്ട സൂത്രവാക്യം എന്ത്? പോയ ആളുടെ ഭാരം, ക്വസ്റ്റ്യൻ പോയ ആളുടെ ഭാരം എത്രയാ? 50 കിലോഗ്രാം. 50 പ്ലസ് അംഗസംഖ്യ, ഇവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്? 10 കുട്ടികളുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അംഗസംഖ്യ 10 ഇൻറ്റു ശരാശരിയുടെ വർധനവ്. എത്ര ശരാശരിയാണ് വർദ്ധിച്ചെന്ന് പറഞ്ഞാൽ 2 ശരാശരി, 2 കിലോഗ്രാമിൻ്റെ വർധനവാണ് ഉണ്ടായത്. അപ്പോൾ 2. അപ്പോൾ നമ്മുടെ സൂത്രവാക്യം എന്തായി? 50 പ്ലസ് 10 ഇൻറ്റു 2 ഈക്വൽ ടു 50 പ്ലസ് 10 ഇൻറ്റു 2 20, 50 പ്ലസ് 20 17 എന്ന് ആൻസർ കിട്ടും. അപ്പം വന്ന കുട്ടിയുടെ ഭാരം എത്രയാണ്? 70 കിലോഗ്രാം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, സൂത്രവാക്യം പഠിച്ചു വെച്ചേക്കുക. പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്. പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം, അപ്പോൾ ഒരാൾ പോയി, 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി, പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സൂത്രവാക്യം എന്തായിരുന്നു? പോയ ആളുടെ ഭാരം എത്രയാണ്? 50 കിലോഗ്രാം പ്ലസ് അംഗസംഖ്യ, ഇവിടെ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. അംഗസംഖ്യ 15 ഇൻറ്റു ശരാശരിയുടെ വർധനവ്. എത്ര ശരാശരിയാണ് വർദ്ധിച്ചത്? 2 ശരാശരി അല്ലേ? 15 ഇൻറ്റു 2 ആൻസർ എത്ര കിട്ടും? 50 പ്ലസ് 15 ഇൻറ്റു 2 30 എന്ന് കിട്ടും. ആൻസർ 80 എന്ന് കിട്ടും. 80 കിലോഗ്രാം ഉള്ള കുട്ടിയാണ് പുതുതായിട്ട് വന്നത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളിൽ 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം എന്ന് വെച്ചാൽ ഇവിടെ പോയ ആളുടെ ഭാരം എത്രയാണ്? 40 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധന ഉണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? നമ്മുടെ സൂത്രവാക്യം എന്താണ്? പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, പോയ ആളുടെ ഭാരം എത്ര? പോയ ആളുടെ ഭാരം 40 കിലോഗ്രാം. പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇവിടെ 30 കുട്ടികളുണ്ട്. അംഗസംഖ്യ ഇൻറ്റു വർധനവ് 1 കിലോഗ്രാം ഈക്വൽ ടു 40 പ്ലസ് 30 70 എന്ന് കിട്ടും. 40 പ്ലസ് 30 70 കിലോഗ്രാം. 70 കിലോഗ്രാം ഉള്ള കുട്ടിയാണ് പുതുതായിട്ട് വന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത മോഡൽ നമുക്ക് പരിചയപ്പെടാം. നോക്കിയേ, മോഡൽ 12ാമത്തെ മോഡൽ പരിചയപ്പെടാം. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? കഴിഞ്ഞ മോഡലും ഈ മോഡലും തമ്മിലുള്ള വ്യത്യാസം എന്താ? നോക്കിയേ, ക്ലാസ്സിലെ 20 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം ഒരാൾ പോയി അല്ലേ? 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയിട്ട് പുതിയ ഒരാൾ വന്നപ്പോൾ അവിടെ ശരാശരിയിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി. അതാണ് വ്യത്യാസം. കഴിഞ്ഞ കണക്കിൽ വർധനവാണ് ഉണ്ടായെങ്കിൽ ഈ കണക്കിൽ കുറവാണ് ഉണ്ടായത്. ഈ മോഡലിൽ ശരാശരിയിൽ കുറവുണ്ടായി, അതാണ് വ്യത്യാസം. ശരാശരിയിൽ കുറവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം. ശരാശരിയിൽ വർധന ഉണ്ടായിരുന്നപ്പോഴുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ട്രിക്ക് എന്തായിരുന്നു?
സൂത്രവാക്യം എന്തായിരുന്നു? പോയ ആളുടെ ഭാരം അല്ലേ? പോയ ആളുടെ ഭാരം വർധനവുണ്ടായിരുന്നപ്പോൾ പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരി വർധനവ്. അല്ലേ? ഇതായിരുന്നു നമ്മുടെ കൂടിയപ്പോൾ വർധനവുണ്ടായ സമയത്തുള്ള ഇക്വേഷൻ ഇതായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ മോഡലിൽ നമ്മൾ ചെയ്ത ഇക്വേഷൻ ഇതായിരുന്നു. പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്. ഇവിടെ എന്തുമാത്രമാണ് മാറ്റമുണ്ടായിരുന്നത്? കുറവുണ്ടായി, ശരാശരി കുറവുണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇക്വേഷനകത്ത് ഈ മാറ്റം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്ലസ് മാറിയിട്ട് അവിടെ എന്താവും? മൈനസ് ആവും. പ്ലസ് മാറി മൈനസ് ആവും. ഇവിടെ ശരാശരി വർധനവ് എന്നുള്ളത് എന്തായിരിക്കും? ശരാശരിയിലെ കുറവ് എന്നാവും. മനസ്സിലായോ? ഇത്രയുമാണൊരു വ്യത്യാസം വരുന്നത്. അല്ലാതെ ഇക്വേഷൻ സെയിം ആണ്. വർധനവുണ്ടായെന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് വരും, കുറവുണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് വരും. അപ്പോൾ ഈ കണക്കൊന്ന് ചെയ്ത് നോക്കാം. പോയ ആളുടെ ഭാരം ഇവിടെ എത്ര കിലോഗ്രാം ഉള്ള ആളാണ് പോയത്? 50 കിലോഗ്രാം ഉള്ള ആൾ അല്ലേ? അപ്പോൾ 50 മൈനസ് അംഗസംഖ്യ എത്രയാണ്? 20 കുട്ടികൾ അല്ലേ? ഇവിടെ ശരാശരിയുടെ കുറവ് എത്രയാണ്? ഒരു കുറവ് 1 കിലോഗ്രാം. നോക്കിയേ, 50 മൈനസ് 20 ഇൻറ്റു 1 20 ആൻസർ കിട്ടും. 50 മൈനസ് 20 30 എന്ന് ആൻസർ കിട്ടും. അപ്പം പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്രയാണ്? 30 കിലോഗ്രാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒരു ക്ലാസ്സിലെ 15 കുട്ടികളിൽ 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതുതായി ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി എങ്കിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? കുറവാണ് ഉണ്ടായതെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? പോയ ആളുടെ ഭാരം മൈനസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ കുറവ്. നോക്കാം, പോയ ആളുടെ ഭാരം എത്രയാണ്? 70 കിലോഗ്രാം എന്നുള്ളതാണ്. അപ്പോൾ 70 മൈനസ്, അപ്പോൾ പോയ ആളുടെ ഭാരം എന്ന് പറയുന്നത് 70 കിലോഗ്രാം ആണ്. നമ്മുടെ സിമ്പിൾ ട്രിക്ക് അല്ലെങ്കിൽ നമ്മൾ എളുപ്പവഴി എന്താണ്? പോയ ആളുടെ ഭാരം മൈനസ് അംഗസംഖ്യ ഇവിടെ എത്രയാ? 15 അല്ലേ? അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലുള്ള കുറവ്. ശരാശരിയിൽ എത്ര കുറവാണ് ഉണ്ടായത്? 2 കിലോഗ്രാമിൻ്റെ കുറവാണ് ഉണ്ടായത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 70 മൈനസ് 15 ഇൻറ്റു 2 30 ആൻസർ കിട്ടും 40 എന്ന് കിട്ടും. ആൻസർ 40 കിലോഗ്രാം എന്ന് കിട്ടും. പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എന്ന് പറയുന്നത് 40 കിലോഗ്രാം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയ ഒരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായാൽ ഇക്വേഷൻ എന്താണ്? പോയ ആളുടെ ഭാരം ഇവിടെ 50 ആണ്. പോയ ആളുടെ ഭാരം 50 ആണ് മൈനസ് അംഗസംഖ്യ 25 ആണ് ഇൻറ്റു ശരാശരിയുടെ കുറവ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 50 മൈനസ് 25 ഈക്വൽ ടു 25 കിലോഗ്രാം എന്ന് കിട്ടി. പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്രയാണ്? 25 കിലോഗ്രാം ആണ്. ഓക്കെ ആണല്ലോ? അപ്പോഴേ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ശരാശരിയിൽ വർധന ഉണ്ടാകുമ്പോഴുള്ളതാണെങ്കിൽ ഈ മോഡൽ ശരാശരിയിൽ കുറവുണ്ടാകുമ്പോഴുള്ളതാണ്. ഓക്കെ ആണല്ലോ? അതേ അടുത്ത മോഡൽ നോക്കിയോ. മോഡൽ 13 മിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്താണ്? ഒരു ക്ലാസ്സിലെ 19 കുട്ടിയുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണെങ്കിൽ, ഒരു ക്ലാസ്സിലെ 19 കുട്ടിയുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണെങ്കിൽ അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാകും എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എന്ത്? മനസ്സിലായോ? ഒരു ക്ലാസ്സിലെ 19 കുട്ടിയുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാകും എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എന്ത്? ഈ ശരാശരി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ്റെ കണക്കനുസരിച്ച് ഒരു ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ 19 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 19 കുട്ടികളും കുറേ മുട്ടായിസ് കൊണ്ടുവന്നു. ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. ഇങ്ങനെ 19 കുട്ടികളുണ്ട്. ഓരോ കുട്ടികളും കുറേയധികം മിഠായികൾ കൊണ്ടുവന്നു. അപ്പോൾ ഓരോ കുട്ടികളും കൊണ്ടുവന്ന മിഠായികളുടെ എണ്ണം ഡിഫറൻ്റ് ആണ്. പല അളവിലാണ് അവർ മിഠായി കൊണ്ടുവന്നത്. ചിലർ 5 കൊണ്ടുവന്നു, 10 കൊണ്ടുവന്നു, 15 കൊണ്ടുവന്നു, അങ്ങനെ പല അളവിലാണ് അവർ മിഠായികൾ കൊണ്ടുവന്നത്. ഈ മിഠായി എല്ലാം കൂടി നമ്മൾ കളക്ട് ചെയ്തു. ഈ മിഠായികളെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു? കളക്ട് ചെയ്തു.
അങ്ങനെ കളക്ട് ചെയ്ത മുട്ടായിയെ തുല്യമായിട്ട് 19 കുട്ടികൾക്ക് വീതിക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര മിഠായി വീതം കിട്ടും? അതാണ് ശരാശരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് എത്ര മിഠായി വീതം കിട്ടും എന്നുള്ളതാണ് ശരാശരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ എന്ന് ആവറേജിനെ പറയുന്നത്. മനസ്സിലായോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിലെ 19 കുട്ടികൾ കുറേ മിഠായികൾ വീതം കൊണ്ടുവന്നു. ഓരോരുത്തരും കൊണ്ടുവന്ന മിഠായിയുടെ അളവ് വ്യത്യസ്തമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ആ മിഠായികളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഈക്വലായിട്ട് വീതിച്ച് നൽകി. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്ന അളവാണ് ആവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ വെച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒന്ന് മാറ്റിയിട്ട് പറയാം. നോക്കിയേ, ഒരു കുട്ടിക്ക് 50 മിഠായി വീതം കിട്ടി. ഓരോ കുട്ടിക്കും എത്ര വീതം കിട്ടി? 50 മിഠായി വീതം കിട്ടി. ഓരോ കുട്ടിക്കും 50 മിഠായി വീതം കിട്ടി. 50 കിലോഗ്രാം എന്നുള്ളത് നമ്മൾ 50 മിഠായി എന്ന് കണക്ക് കൂട്ടുക. ഓരോ കുട്ടിക്കും 50 കിലോഗ്രാം വീതം അല്ല 50 മിഠായി വീതം കിട്ടി അല്ലേ? അതല്ലേ ആവറേജ് കൊണ്ട് നമ്മളിപ്പം പറഞ്ഞത് അല്ലേ? 19 കുട്ടികളുണ്ട്. 19 കുട്ടികൾക്കും 50 മിഠായി വീതം ഉണ്ട്. 19 കുട്ടികൾക്കും 50 മിഠായി വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ അധ്യാപകൻ കൂടി ഉൾപ്പെടുകയാണെങ്കിൽ, ഇവരുടെ കൂടെ അധ്യാപകനും കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ 19 എന്നുള്ള ഒരാളും കൂടെ വരുന്നു 20 അല്ലേ? 19 കഴിഞ്ഞിട്ട് ഒരാളും കൂടെ വരുന്നു 20ാമത്തെ ആൾ അല്ലേ? 19 കഴിഞ്ഞ് 20ാമത്തെ ആൾ വരുന്നു. അപ്പോൾ ഓൾറെഡി അയാൾക്കും എന്ത് കൊടുക്കണം? നമ്മൾ 50 മുട്ടായി ഉണ്ട്. ശരാശരിയിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവാണ് ഉണ്ടായത്. ശരാശരിയിൽ എത്ര വർധനവുണ്ടായി? 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. അങ്ങനെ അധ്യാപകനും കൂടി ഇവരുടെ കൂടെ ഉൾപ്പെടുകയാണെങ്കിൽ ശരാശരിയിൽ 2 കിലോഗ്രാമിൻ്റെ വർധനം അല്ലെങ്കിൽ 2 മിഠായിയുടെ വർധന ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 എന്നുള്ളത് എന്തായിട്ട് മാറി? 52ആയിട്ട് മാറി. അധ്യാപകനും കൂടി ഉൾപ്പെടുമ്പോൾ 52ആയിട്ട് മാറി. അപ്പോൾ അധ്യാപകനും എത്ര മിഠായി കിട്ടിക്കാണും? 52 മിഠായി കിട്ടിക്കാണും. അധ്യാപകനും എത്ര മിഠായി കിട്ടി? 52 മിഠായി കിട്ടി അല്ലേ? അധ്യാപകനും എത്ര മിഠായി കിട്ടി? 52 മിഠായി കിട്ടി. അങ്ങനെയാണെങ്കിൽ അധ്യാപകൻ കൊണ്ടുവന്ന മിഠായിയുടെ എണ്ണം എന്ന് പറയുന്നത് ഈ അധ്യാപകന് കിട്ടിയ ശരാശരി ഉണ്ടല്ലോ 52 എന്നുള്ള ശരാശരി, ഈ 52 പ്ലസ് അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? ഇവിടെ ഓരോരുത്തർക്കും അധികമായി അധ്യാപകൻ വന്നപ്പോഴല്ലേ 2 ശരാശരി എല്ലാവർക്കും അധികമായത്. അപ്പോൾ ഈ 2 ശരാശരി എല്ലാവർക്കും അധികമായി അല്ലേ? എന്ന് വെച്ചാൽ 19 × 2 അധികമായിട്ട് കിട്ടിയ 2. 19 × 2 19 × 2 എത്രയാണ്? 38 അല്ലേ? 38 എത്രയാണ്? 38. അങ്ങനെയാണെങ്കിൽ അധ്യാപകന് കൊണ്ടുവന്ന മുട്ടായിയാണ് അധ്യാപകൻ്റെ ഓൾറെഡി അധ്യാപകനും കൂടെ ഉൾപ്പെടുന്നുണ്ട് അല്ലേ? അധ്യാപകൻ കൊണ്ടുവന്ന മുട്ടായി എന്ന് വെച്ചാൽ അധ്യാപകന് 52 കിട്ടി. ശരാശരി അധ്യാപകൻ എത്ര കിട്ടി? 52 കിട്ടി. പിന്നെ നേരത്തെ എല്ലാവർക്കും ആവറേജ് 50 ആയിരുന്നു. ഇപ്പോൾ ഇൻക്രീസ് ചെയ്തത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 അധികമായിട്ട് കിട്ടിയല്ലേ? അധ്യാപകൻ വന്നപ്പോഴാണല്ലോ 2 അധികമായിട്ട് കിട്ടിയത്. എത്ര പേർക്ക് കിട്ടി? 2. 19 പേർക്കും 2 അധികമായിട്ട് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 19 × 2 അവർക്ക് ടോട്ടൽ ശരാശരി 19 × 2 എത്ര? 38 കൂടി. 38 ശരാശരി അധികം കൂടിയല്ലേ? അപ്പോൾ 52 + 38 നമുക്ക് എത്ര കിട്ടും? 90 എന്ന് കിട്ടും. മനസ്സിലായോ? 90 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അധ്യാപകൻ കൊണ്ടുവന്ന മിഠായി 90 മിഠായി. ഈ കണക്കനുസരിച്ചാണെങ്കിൽ അധ്യാപകൻ്റെ ഭാരം എത്രയാ? 90 കിലോഗ്രാം ആണ്. മനസ്സിലായ ഒരു ഐഡിയ ഇതെങ്ങനെയാണ് വരുന്നത് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കണക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എളുപ്പവഴി നോക്കാം. ദേ നമ്മുടെ സൂത്രവാക്യം എന്താ? പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ശരാശരിയുടെ വർധനവ്. സൂത്രവാക്യം എന്താണ്? പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്.
അപ്പോൾ നോക്കിയേ, ക്ലാസ്സിൽ 19 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അതാണ് നമ്മുടെ പഴയ ശരാശരി 50 കിലോഗ്രാം. അപ്പോൾ പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ, ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? 19 കുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ആരും കൂടെ ഉൾപ്പെട്ടു? അധ്യാപകനും കൂടെ ഉൾപ്പെട്ടപ്പോൾ ഇവിടുത്തെ അംഗസംഖ്യ എന്നുള്ളത് 20 മാറി. അംഗസംഖ്യ 20 മാറി. 20 ഇൻറ്റു എത്ര ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായത്? 2 കിലോഗ്രാമിൻ്റെ 2ൻ്റെ വർധനവാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ 20 ഇൻറ്റു 2 ആൻസർ എത്ര കിട്ടും? 50 പ്ലസ് 20 ഇൻറ്റു 2 40 ഈക്വൽ ടു 50 പ്ലസ് 40 90 എന്ന ആൻസർ കിട്ടും. 90 എന്ന് ആൻസർ കിട്ടും. ഈ ആൻസറിലെ കുറച്ച് മുമ്പ് നമുക്ക് കിട്ടിയത് അല്ലേ, ആ കണക്ക് എന്ന് പറയുന്നത് എന്താണ് ഈ കണക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കായിരുന്നു നമ്മൾ മുമ്പ് ചെയ്തത്. കുറച്ച് മുമ്പ് ഞാൻ ചെയ്ത് കാണിച്ചത്. ഇതാണ് അതിൻ്റെ എളുപ്പവാക്യം അല്ലെങ്കിൽ സൂത്രവാക്യം ഇതാണ്. ഓക്കെ ആണോ? ഓക്കെ. ഇത് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്ലാസ്സിലെ 24 കുട്ടികളുടെ ശരാശരി ഭാരം 20 കിലോഗ്രാം ആണ്. അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാകും. എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എന്ത്? നോക്കാം. ഒരു ക്ലാസ്സിൽ 24 കുട്ടികളുടെ ശരാശരി ഭാരം 20 കിലോഗ്രാം ആണ്. നമ്മുടെ സൂത്രവാക്യം എന്താണ്? പഴയ ശരാശരി എത്രയാണ്? 20 ആണ്. പഴയ ശരാശരി പ്ലസ് വർധനവാണ് ഉണ്ടായത് അല്ലേ. വർധനവുണ്ടായപ്പോൾ 20 പ്ലസ് എന്ത് ചെയ്യണം? അംഗസംഖ്യ 24 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ കൂടെ അധ്യാപകനും കൂടെ ഉൾപ്പെടുന്നു. അപ്പോൾ 25 മാറുന്നു. 25 ഇൻറ്റു വർധനവ്. എത്ര കിലോഗ്രാമിൻ്റെ വർധനവാണ് ഉണ്ടായത് ശരാശരിയിൽ? 1 കിലോഗ്രാമിൻ്റെ വർധനവ്. അങ്ങനെയാണെങ്കിൽ 20 പ്ലസ് 25 ഇൻറ്റു 1 എത്ര കിട്ടും? 25 കിട്ടും. ആൻസർ 20 പ്ലസ് 25 45 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയേ. ഒരു ക്ലാസ്സിലെ 29 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അധ്യാപകൻ്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാകും. എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എന്ത്? അധ്യാപകൻ്റെ ഭാരം ചോദിക്കുകയാണെങ്കിൽ എന്താണ് എളുപ്പവഴി? എന്താണ്? പഴയ ശരാശരി അല്ലേ. ഇവിടെ എത്ര ശരാശരിയാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞേ? 50. അപ്പം പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ 29 കുട്ടികളുണ്ടായിരുന്നു. അധ്യാപകനും കൂടി ഉൾപ്പെടുമ്പോൾ 29 പ്ലസ് 1 30 എന്നാവും. 30 ഇൻറ്റു എത്ര കിലോഗ്രാമിൻ്റെ വർധനവാണ് ഉണ്ടായത്? 1 കിലോഗ്രാമിൻ്റെ വർധനവ്. ആൻസർ 50 പ്ലസ് 30 ഈക്വൽ ടു 80 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിക്കോ. ഒരു ക്ലാസ്സിലെ 19 കുട്ടികളുടെ ശരാശരി ഭാരം 70 കിലോഗ്രാം ആണ്. അതിലേക്ക് അധ്യാപകനും കൂടി വരികയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 500 ഗ്രാമിൻ്റെ വർധനവുണ്ടാവും. 500 ഗ്രാം എന്ന് വെച്ചാൽ ഇവിടെ 70 കിലോഗ്രാം ആണ് പറയുന്നത്. ഇവിടെ 500 ഗ്രാമിൻ്റെ വർധനവ് എന്ന് വെച്ചാൽ ഹാഫ് കിലോയുടെ വർധനവുണ്ടാവും. എങ്കിൽ അധ്യാപകൻ്റെ ഭാരം എന്ത്? നോക്കാം. എന്താ നമ്മുടെ ഇക്വേഷൻ? എന്താ? പഴയ ശരാശരി എത്ര? 70. പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ 19 കുട്ടികളുണ്ടായിരുന്നു. അധ്യാപകനും കൂടെ ഇൻക്ലൂഡ് ആകുമ്പോൾ 20 ആവും. അംഗസംഖ്യ 20 ഇൻറ്റു ഇവിടെ വർദ്ധിച്ച ശരാശരി എത്രയാണ്? വർദ്ധിച്ച ശരാശരി അരയാണ്. ദെൻ 1/2 കിലോഗ്രാം ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും അല്ലേ. 70 പ്ലസ് 10 ഈക്വൽ ടു 80 കിലോഗ്രാം. അധ്യാപകൻ്റെ ഭാരം എന്ന് പറയുന്നത് 80 കിലോഗ്രാം ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത മോഡൽ നോക്കാം. അടുത്ത മോഡൽ. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. പുതുതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എന്ത്? ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? ടോട്ടൽ വെയിറ്റ് നമുക്കറിയാം. ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് അല്ലേ. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. 40 കുട്ടികളുടെ ആവറേജ് ഭാരം 50 ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഈ 40 കുട്ടികൾക്കും കൂടി ആകെ എത്ര ഭാരമുണ്ട് എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇൻറ്റു ഭാരം, ആവറേജ് ഇൻറ്റു എണ്ണം എടുത്താൽ മതി അല്ലേ. ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. ഇൻറ്റു എണ്ണം 40 ആണ് അല്ലേ. ആൻസർ കിട്ടും
2000 എന്ന ആൻസർ. 2000 കിലോഗ്രാം. ഈ 40 കുട്ടികളുടെയും കൂടെ ഭാരം എന്ന് പറയുന്നത് 2000 കിലോഗ്രാം ആണ്. 40 കുട്ടികളുടെയും കൂടെ ഭാരം 2000 കിലോഗ്രാം ആണ്. പുതുതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. പുതുതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 10 കുട്ടികളും കൂടെ ആഡ് ചെയ്തപ്പോൾ 40+. നേരത്തെ 40 കുട്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ അത് 10 കൂടി വന്നപ്പോൾ 50 കുട്ടികളായി അല്ലേ. 50 കുട്ടികളായപ്പോൾ അവിടുത്തെ ശരാശരി 4 കിലോഗ്രാം കൂടി. നേരത്തെ 50 ആയിരുന്നു ശരാശരി, ഇപ്പോൾ അത് എത്രയായിട്ട് മാറി? 54 മാറി. അങ്ങനാണെങ്കിൽ പുതുതായി 10 കുട്ടികളും കൂടെ വന്നപ്പോൾ അവരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും നോക്കാം. ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 50 ഇൻറ്റു ഇവിടുത്തെ ശരാശരി ആവറേജ് 4 കൂടെ കൂട്ടി 54 അല്ലേ. അങ്ങനെ ആകുമ്പം ടോട്ടൽ ഈ 50 കുട്ടികളുടെയും കൂടെ ആകെ ഭാരം എത്ര കിട്ടും നമുക്ക്? 2700 കിലോഗ്രാം എന്നായി. 2700 കിലോഗ്രാം എന്നായി. മനസ്സിലായോ? നേരത്തെ 40 കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ആവറേജ് ഭാരം 50 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ആ 40 കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2000 കിലോഗ്രാം ആണ്. ഇനി 10 കുട്ടികളും കൂടെ വന്നപ്പോൾ ഇവരുടെ ശരാശരി ഭാരം 4 കൂടി. അങ്ങനെയാണെങ്കിൽ 10 കുട്ടികളും കൂടെ വന്നപ്പോൾ ടോട്ടൽ ഭാരം എത്രയായി? 50 ഇൻറ്റു 54 2700 കിലോഗ്രാം ആയി അല്ലേ. മനസ്സിലായോ പറഞ്ഞേ? നേരത്തെ കുട്ടികളുടെ എണ്ണം 40 ഉള്ളായിരുന്നു അല്ലേ. ആ 40 ഇവിടെ എഴുതിയേക്കുന്നത്. അന്നേരം ശരാശരി ഭാരം 50 ആയിരുന്നു. ആ ശരാശരി ഭാരം 50. അന്നേരം ഈ 40 കുട്ടികളുടെയും കൂടെ ടോട്ടൽ ഭാരം എന്ന് പറയുന്നത് 40 ഇൻറ്റു 50 ആണ് അല്ലേ. ഈ ഇക്വേഷൻ വെച്ച് നമുക്കറിയാം ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അത് വെച്ച് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു 2000. 40 കുട്ടികൾക്ക് 2000 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ഇനി അവിടത്തേക്ക് 10 കുട്ടികളും കൂടെ വന്നു. അപ്പോൾ നേരത്തെ 40 ഉണ്ടായിരുന്നു, ഇപ്പോൾ 10 കൂടെ വന്നപ്പോൾ ടോട്ടൽ എത്രയായി? 50 അല്ലേ. ടോട്ടൽ 50 കുട്ടികളായി. ഈ 50 കുട്ടികളുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 4 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. എന്ന് വെച്ചാൽ നേരത്തെ 50 ഉണ്ടായിരുന്നു, പിന്നീട് അതിൻ്റെ കൂടെ 4 കൂടെ കൂടിയപ്പോൾ 54 കിലോഗ്രാം ആയി. അങ്ങനാണെങ്കിൽ 50 കുട്ടികളുടെ ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? 50 ഇൻറ്റു 54 ചെയ്യണം. അപ്പോൾ നമുക്ക് 2700 കിലോഗ്രാം എന്ന് കിട്ടി അല്ലേ. നോക്കിയാൽ നേരത്തെ 40 പേരുണ്ടായിരുന്നപ്പോൾ 2000 കിലോഗ്രാം, ഇപ്പോൾ 50 പേരായപ്പം 2700 കിലോഗ്രാം അല്ലേ. എത്ര കിലോഗ്രാമിൻ്റെ ഡിഫറൻസ് ഉണ്ട്? 700 കിലോഗ്രാമിൻ്റെ ഡിഫറൻസ് ഉണ്ട്. 700 കിലോഗ്രാമിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ 700 കിലോഗ്രാം എന്ന് പറയുന്നത് പുതുതായിട്ട് വന്ന 10 കുട്ടികളുടെ വെയിറ്റ് ആണ്. 700 കിലോഗ്രാം എന്ന് പറയുന്നത് പുതുതായി വന്ന 10 കുട്ടികളുടെ വെയിറ്റ് ആണ് അല്ലേ. 10 കുട്ടികളുടെ വെയിറ്റ് ആണ് എന്ത്? ഈ 700 കിലോഗ്രാം. മനസ്സിലായോ? ഓക്കെ, ഇവിടെ 2000 ഉണ്ട്, ഇവിടെ 2700. അപ്പോൾ ഇത് നമ്മളെ ഡിഫറൻസ് എന്ന് വെച്ചാൽ 700 കിലോഗ്രാം. 700 കിലോഗ്രാം എന്ന് വെച്ചാൽ പുതുതായിട്ട് വന്ന 10 കുട്ടികളുടെ വെയിറ്റ് ആണ് 700 കിലോഗ്രാം അല്ലേ. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എന്ത്? ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ അല്ലേ. ഇവിടുത്തെ ടോട്ടൽ എത്ര? 10 കുട്ടികളുടെ വെയിറ്റ് എത്രയാണ്? 700 കിലോഗ്രാം ആണ്. അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് 700 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. 700 ഡിവൈഡ് ബൈ 10 ആൻസർ കിട്ടും 70 കിലോഗ്രാം എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഇവിടെ വന്ന 10 കുട്ടികളുടെ ശരാശരി ഭാരമാണ് ഈ 70 കിലോഗ്രാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ കണക്ക് ചെയ്യുന്ന വഴിയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് സൂത്രവാക്യം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം. ഈ ചിലവർക്ക് ഇക്വേഷൻ ഇത്ര ഓർത്തിരിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഇത് സാധാരണ രീതിയിൽ ചെയ്യുന്ന വഴിയും കൂടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇതേ നോക്കിക്കോ, നമ്മുടെ സൂത്രവാക്യം നോക്കിക്കോ. പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം ബൈ പുതുതായി വന്നവരുടെ എണ്ണം. എന്താണ്? പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം ഡിവൈഡ് ബൈ പുതുതായി വന്നവരുടെ എണ്ണം. ഓക്കെ, പഴയ ശരാശരി എത്രയാ? ഇവിടെ നോക്കിയേ, കുട്ടിയുടെ ശരാശരി ഭാരം അല്ലേ 50 കിലോഗ്രാം ആയിരുന്നു. അതാണ് നമ്മുടെ പഴയ ശരാശരി 50. പ്ലസ് അംഗസംഖ്യ ഇവിടെ 40 ഉണ്ടായിരുന്നു. 10 കുട്ടികളും കൂടെ വന്നപ്പോൾ അത് 50 മാറി. അപ്പോൾ ഇപ്പോഴത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് 50 ആണ്. 50 ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം. എത്ര ശരാശരിയാണ് കൂടിയത്? 4 കിലോഗ്രാം ആണ് കൂടിയത്. അതാണ് ശരാശരിയുടെ വർധനവ്. ഡിവൈഡ് ബൈ പുതുതായി വന്നവരുടെ എണ്ണം എത്രയാണ്? 10 ആണ് പുതുതായിട്ട് വന്നവർ
അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 50 പ്ലസ് ഇവിടെ നോക്കിയേ 10ഉം 5ഉം കൂടെ 50ഉം കൂടെ ക്യാൻസലായി, ആൻസർ 5 എന്ന് കിട്ടും. 5 × 4 20. അപ്പോൾ 50 പ്ലസ് 20 ഈക്വൽ ടു 70 എന്ന് കിട്ടും. 50 പ്ലസ് 20 ഈക്വൽ ടു 70 എന്ന് കിട്ടും. ഓപ്ഷൻ എ. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വ്യത്യാസം ഡിവൈഡ് ബൈ പുതുതായി വന്നവരുടെ എണ്ണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ കണക്ക് തന്നെ 2 രീതി ചെയ്യുന്ന വഴി നമ്മൾ പറഞ്ഞു, 2 ടൈപ്പ് നമ്മൾ പഠിച്ചു അല്ലേ? അടുത്ത കണക്ക് നോക്കാം. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ശരാശരി ഭാരം 20 കിലോഗ്രാം ആണ്. പുതുതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ഭാരം എന്ത്? എന്താ നമ്മുടെ ഇക്വേഷൻ? പഴയ ശരാശരി എത്രയാണ്? 20. പഴയ ശരാശരി പ്ലസ് അംഗസംഖ്യ 40 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 10 കുട്ടികൾ കൂടി വന്നു, അപ്പോൾ അംഗസംഖ്യ എത്രയായി മാറി? 50 മാറി. 50 ഇൻറ്റു ശരാശരിയുടെ വർധനവ്. എത്ര ശരാശരിയാണ് കൂടിയത്? 2 ശരാശരി അല്ലേ? അപ്പോൾ 50 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ പുതുതായി വന്ന കുട്ടികളുടെ എണ്ണം. പുതുതായി എത്ര കുട്ടികളാണ് വന്നത്? 10 കുട്ടികൾ. പുതുതായി 10 കുട്ടികൾ. ദെൻ 10ഉം 50ഉം കൂടെ ക്യാൻസലായി, 5 കിട്ടി. ആൻസർ 20 പ്ലസ് 10. 20 പ്ലസ് 10. 5 × 2 10. ആൻസർ കിട്ടും 20 പ്ലസ് 10 30 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കിക്കോ. ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുടെ ശരാശരി പ്രായം 15 വയസ്സാണ്. പുതുതായി 20 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായത്തിൽ 2 വയസ്സിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി പ്രായം എന്ത്? പുതുതായി വന്ന കുട്ടികളുടെ ശരാശരി പ്രായം കാണാൻ എന്ത് ചെയ്താൽ മതി? പഴയ ശരാശരി എത്രയാ? 15 അല്ലേ? പഴയ ശരാശരി പ്ലസ് എത്ര അംഗങ്ങളാണ് അവിടെ ഉള്ളത്? നേരത്തെ 30 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 20 കുട്ടികൾ കൂടി വന്നു, അങ്ങനെ 50 പേരായി. 50 ഇൻറ്റു ശരാശരിയിൽ എത്ര വയസ്സിൻ്റെ വർധനമാണ് ഉണ്ടായത്? 2 വയസ്സിൻ്റെ. 50 ഇൻറ്റു 2 ഡിവൈഡ് ബൈ പുതുതായി വന്ന കുട്ടികളുടെ എണ്ണം. പുതുതായി വന്ന കുട്ടികൾ എത്രയാ? 20 പേര് അല്ലേ? ഇതേ ക്യാൻസൽ ചെയ്യാം, ഇവിടെ 1 കിട്ടും, ഇവിടെ 10 കിട്ടും അല്ലേ? വീണ്ടും ക്യാൻസൽ ചെയ്യാം, ഇവിടെ 5 കിട്ടും. 15 പ്ലസ് 5 ഈക്വൽ ടു ആൻസർ 20 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, അതനുസരിച്ച് ചെയ്യുക. അടുത്ത നോക്കിയേ, മോഡൽ 15. മോഡൽ നോക്കിയേ. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ത്? ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എയിൽ നിന്നും, ഇതാണ് എ എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരാൾ ബിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് അങ്ങോട്ട് എയിൽ നിന്നും ബിയിലേക്ക് 30 കിലോമീറ്റർ പെർ ഹവർ. 30 കിലോമീറ്റർ പെർ ഹവർ അയാൾ പോകുന്ന സ്പീഡാണ് 30 കിലോമീറ്റർ പെർ ഹവർ. അയാൾ തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് വരുന്ന സ്പീഡെന്ന് പറയുന്നത്, ബിയിൽ നിന്നും എയിലേക്ക് വരുന്നത് 20 കിലോമീറ്റർ പെർ ഹവറാണ്. ഓക്കെ, അങ്ങോട്ട് പോകുന്നത് 30 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലും തിരിച്ച് ബിയിൽ നിന്ന് വരുന്നത് 20 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലുമാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? എന്നാണ് ക്വസ്റ്റ്യൻ. സൂത്രവാക്യം പഠിച്ചു വച്ചേക്കുക. ശരാശരി വേഗത, ഇവിടുത്തെ ദൂരം തുല്യമല്ലേ? ഇവിടുത്തെ ദൂരം എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ ആണ് അങ്ങോട്ട് പോയത് അല്ലേ? തിരിച്ചു വരുന്നതോ ബി മുതൽ എ വരെയും. ആ ദൂരത്തിൽ വ്യത്യാസമില്ല. അങ്ങനെ ദൂരത്തിൽ വ്യത്യാസമില്ലാതെ വരികയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2ab ബൈ എ പ്ലസ് ബി. 2ab ബൈ എ പ്ലസ് ബി. 2ab ബൈ എ പ്ലസ് ബി. എ എന്ന് പറയുന്ന ഒന്നാമത്തെ വേഗതയും ബി എന്ന് പറയുന്ന രണ്ടാമത്തെ വേഗതയും ചെയ്ത് നോക്കാം. 2 ഇൻറ്റു എ 30, ബി 20 ഡിവൈഡ് ബൈ 30 പ്ലസ് 20. ആൻസർ എത്ര കിട്ടും? 1200 ഡിവൈഡ് ബൈ 50 എന്ന് കിട്ടും. 1200 ഡിവൈഡ് ബൈ 50, ആൻസർ 24 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. 24 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലും എയിൽ നിന്നും ബിയിലേക്ക് 40 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് 60 കിലോമീറ്റർ പെർ ഹവറിൽ സ്പീഡിലുമാണ് പോകുന്നത്.
അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത ദൂരം തുല്യമാണ്. ഇവിടുത്തെ ശരാശരി വേഗത എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? 2ab/a+b 2ab/a+b 2 × 40 × 60 /40 + 60 എത്ര കിട്ടും? 2 × 40 × 60 /40 + 60 എത്ര കിട്ടും? താഴെ 100 കിട്ടും അല്ലേ? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക. 2 × 4 8 8 × 6 48 km/h സ്പീഡിലാണ് ശരാശരി വേഗത എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 10 കിലോമീറ്റർ സ്പീഡിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നെങ്കിൽ അയാളുടെ ശരാശരി വേഗത 2ab/a+b അല്ലേ? 2ab/a+b 2 × a എത്രയാണ്? a 10 b 15 /10 + 15 = 2 × 10 × 15 /25. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക. ഇവിടെ 3 കിട്ടും, ഇവിടെ 5 കിട്ടും. ദെൻ 5 10 2 കിട്ടും. 2 × 2 4 4 × 3 12 എന്ന് കിട്ടും. 12 km/h. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 70 km/h വേഗത്തിലും ബിയിൽ നിന്നും എയിലേക്ക് 30 km/h വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത കാണാൻ 2ab/a+b 2ab/a+b 2 × a എന്ന് പറയുന്നത് 70 ആണ്, ബി എന്ന് പറയുന്നത് 30 ആണ്. /70 + 30 ആൻസർ എത്ര കിട്ടും? 2 × 70 × 30 /100 അല്ലേ? 0 0 ക്യാൻസലായി. 2 × 7 2 × 3 6 6 × 7 42 ആൻസർ 42 എന്ന് കിട്ടും. 42 km/h വേഗത. ഓക്കെ ആണോ? ശരാശരി വേഗത 42. അടുത്ത മോഡൽ നോക്കിയേ. 1 മുതൽ 17 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരി എന്ത്? നമ്മൾ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണുന്ന സൂത്രവാക്യം സംഖ്യയുടെ പകുതി പ്ലസ് 0.5. ഓക്കെ ആണോ? എന്താ പറഞ്ഞേക്കുന്നത്? 1 മുതൽ 17 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരി എന്ത്? എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയറിൻ്റെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയറിൻ്റെ ശരാശരി കാണാൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള സൂത്രവാക്യം പഠിച്ചു വച്ചേക്കുക. n + 1 × 2n + 1 /6 n + 1 × 2n + /6 n + 1 × 2n + 2n + 1 /6 n + 1 × 2n + 1 /6 നോക്കാം. n + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ n എന്ന് പറയുന്നത് ഇവിടെ 17 ആണ് അല്ലേ? 17 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമാണ് ചോദിച്ചിരിക്കുന്നത്. 17 ആണ് n എന്ന് പറയുന്നത്. ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ്. അങ്ങനെയാണെങ്കിൽ n + 1 എന്ന് വെച്ചാൽ 17 + 1 18 17 + 1 18 അല്ലേ? 18 × 2n + 1 2n + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 17 34 34 + 1 35 /6 എന്ന് കിട്ടും അല്ലേ? ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്തേ. ഇവിടെ 2 കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 3 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 9 എന്ന് കിട്ടും അല്ലേ? വീണ്ടും 3 കൊണ്ട് ചെയ്യുകയാണ്. 3 × 3 9 അല്ലേ? ദെൻ 3 × 35 ആൻസർ കിട്ടും 105 എന്ന് കിട്ടും. 105. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 മുതൽ 23 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരിയാണ് കാണാൻ ചോദിച്ചേക്കുന്ന ഇക്വേഷൻ n + 1 × 2n + 1 2n + 1 /6 അല്ലേ? n + 1 ഇവിടെ n എന്ന് പറയുന്നത് 23 ആണ്. n + 1 ആകുമ്പോൾ 24 × 2n 2 × 23 46 + 1 47 അപ്പം 24 × 47 /6 6ഉം 24ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും.
ആൻസർ 4 × 47. 4 × 47 ആൻസർ കിട്ടും 188 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 മുതൽ 29 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരി. വർഗത്തിൻ്റെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ n+1 × 2n + 1 / 6. ഓക്കെ, n+1 29 വരെയാണ്. അപ്പോൾ n എന്ന് പറയുന്നത് 29 ആണ്. n+1 ആകുമ്പോൾ 29 + 1 30 എന്ന് കിട്ടും. 30 × 2n. 2n എന്ന് വെച്ചാൽ 29 × 2 അല്ലേ? 29 × 2 58. 58 + 1 59 എന്ന് കിട്ടും. അപ്പോൾ 30 × 59 / 6. 6 30 കൂടെ ക്യാൻസൽ ചെയ്യാം, 5. ദെൻ 5 × 59 295 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 35 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരി എന്ത്? 1 മുതൽ 35 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരി ഇക്വേഷൻ എന്താ? n+1 × 2n + 1 / 6. ഓക്കെ, n+1 ഇവിടെ 35 ആണ് n. ദെൻ n+1 എന്ന് പറയുന്നത് 35 + 1 36 എന്ന് കിട്ടും. 36 × 2n. 2n എന്ന് വെച്ചാൽ 2 × 35 70. 70 + 1 71. 71 / 6 അല്ലേ? ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 71 × 6 426 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരിയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എന്താണ്? n+1 × 2n + 1 / 6 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 മുതൽ 4 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ക്യൂബിൻ്റെ ശരാശരി. മുമ്പേ നമ്മൾ സ്ക്വയറിൻ്റെ ശരാശരിയാണ് പഠിച്ചത് അല്ലേ? വർഗത്തിൻ്റെ ശരാശരിയാണ് പഠിച്ചത്. ഇവിടെ ക്യൂബിൻ്റെ ശരാശരി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്യൂബിൻ്റെ ശരാശരി കാണാൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോ. n × n+1 the whole square / 4. n × n+1 the whole square / 4. n × n+1 the whole square / 4 കാണാൻ പഠിച്ചു വെച്ചോ. എന്താ n? ഇവിടെ n എന്ന് പറയുന്നത് 4 വരെയുള്ള നമ്പറാണ് അല്ലേ? 4 വരെയുള്ള എണ്ണൽ സംഖ്യകൾ. അപ്പോൾ n എന്ന് പറയുന്നത് 4 ആണ്. 4 × n+1. 4 + 1 5. 5ൻ്റെ സ്ക്വയർ / 4. 4ഉം 4ഉം ക്യാൻസലായി. 5ൻ്റെ സ്ക്വയർ 25. സിമ്പിൾ അല്ലേ? ഇത് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ. 1 മുതൽ 8 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ക്യൂബിൻ്റെ ശരാശരി. നമ്മുടെ ഇക്വേഷൻ എന്താ? n × n+1. n × n+1 the whole square / 4 അല്ലേ? ഇവിടുത്തെ n എത്ര? 8 ആണ് n. 8 × 8 + 1 9. 9ൻ്റെ സ്ക്വയർ / 4. 4ഉം 8ഉം കൂടെ ക്യാൻസലായ 2. 2 × 9ൻ്റെ സ്ക്വയർ. 2 × 9ൻ്റെ സ്ക്വയർ 81. 2 × 81 ആൻസർ കിട്ടും 162. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ക്യൂബിൻ്റെ ശരാശരി. ക്വസ്റ്റ്യൻ n × n+1 the whole square / 4. ഇവിടുത്തെ n എന്ന് പറയുന്നത് 9 ആണ്. 9 × 9 + 1 10. 10ൻ്റെ സ്ക്വയർ / 4. ആൻസർ 9 × 100 / 4. 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുക. 25 എന്ന് കിട്ടും. 9 × 25 225 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ ആണോ? അപ്പോഴേ എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ സംഖ്യയുടെ പകുതി + 0.5. സംഖ്യയുടെ പകുതി + 0.5. ഇനി n എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? n+1 × 2n + 1 / 6 എന്നുള്ളതാണ്. ഇനി n വരെയുള്ള എണ്ണൽ സംഖ്യയുടെ ക്യൂബിൻ്റെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ n × n+1 the whole square / 4 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ ആണോ? ലാസ്റ്റ് മോഡൽ 18. 18ാമത്തെ ലാസ്റ്റ് മോഡൽ നോക്കിക്കോ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 16ാമത്തെ കളിയിൽ 80 റൺസ് എടുത്തു. 16ാമത്തെ കളിയിൽ 80 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരി 2 റൺസിൻ്റെ വർധനവുണ്ടായി. 16 കളികളിലായി അയാളുടെ ശരാശരി എന്ത്? 16 കളികളിലായി അയാളുടെ ശരാശരി എന്ത്?
എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ അയാളുടെ 16ാമത്തെ കളിയിൽ അയാൾ 80 റൺസ് എടുത്തു. അതോടുകൂടി അയാളുടെ ശരാശരിയിൽ 2 റൺസിൻ്റെ വർധന ഉണ്ടായി. ശരാശരി 2 കൂടി. അങ്ങനെയാണെങ്കിൽ 16 കളികളിലായി അയാളുടെ ശരാശരി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? എളുപ്പവഴി നോക്കിയോ. റൺസ് എളുപ്പവഴിയാണ്. റൺസ് അയാൾ എത്ര റൺസാണോ എടുത്തത്, റൺസ് മൈനസ് കളികളുടെ എണ്ണം. കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ശരാശരിയിലെ വ്യത്യാസം എന്താണ് എളുപ്പവഴി? റൺസ് മൈനസ് കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. നോക്കാം. ഇവിടെ 16 കളികളിൽ 80 റൺസ് എടുത്തു. 16ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്തു? 80 റൺസ് എടുത്തു. അപ്പോൾ അവിടുത്തെ റൺസ് എന്ന് പറയുന്നത് 80 ആണ്. 80 മൈനസ് കളികളുടെ എണ്ണം. കളികളുടെ എണ്ണം ഇവിടെ എത്ര? 16 കളികളെന്നാണ് പറഞ്ഞത്. 16 കളികളുടെ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 16 മൈനസ് 1, 16ൽ നിന്ന് 1 കുറയ്ക്കുക, 15. 15 ഇൻറ്റു എത്ര? ശരാശരിയിൽ എത്ര വ്യത്യാസമാണ് ഉണ്ടായത്? 2ൻ്റെ വ്യത്യാസമാണ് ഉണ്ടായത്. 15 ഇൻറ്റു 2. ആൻസർ 80 മൈനസ് 30 ഈക്വൽ ടു 50 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കിയേ, ശരാശരിയിൽ വർധനവുണ്ടായി എന്നാണ് പറഞ്ഞത് അല്ലേ? ശരാശരി കൂടി എന്നാണ് പറഞ്ഞത്. ഇവിടെ ശരാശരി കൂടുകയാണെങ്കിൽ ഇവിടെ മൈനസ് വരും. ഇവിടെ ക്വസ്റ്റ്യനകത്ത് ശരാശരിയിൽ വർധനവുണ്ടായി എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ശരാശരിയിൽ വർധനവുണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ടാവും. ഇനി ശരാശരി കുറഞ്ഞു എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഇവിടെ ശരാശരിയിൽ കുറവുണ്ടായി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ പ്ലസ് വരും. ഈ മൈനസിൻ്റെ അവിടെ എന്ത് വരും? പ്ലസ് വരും. അതാണ് ഈ ക്വസ്റ്റ്യനകത്തിൽ ചെറിയൊരു മാറ്റം സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. ഇതാണ് എന്താണ് ഇവിടെ ഇപ്പോൾ ശരാശരിയിൽ 2 റൺസിൻ്റെ വർധനവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറിയത്? റൺസ് മൈനസ് കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്നായത്. ഇനി ഇവിടെ ക്വസ്റ്റ്യനകത്തിൽ വർധനവിന് പകരം കുറവായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, കുറവുണ്ടായി എന്നായിരുന്നു ഇക്വേഷൻ എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? റൺസ് പ്ലസ് കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്നായേനെ. മനസ്സിലായോ? വ്യത്യാസം പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 21ാമത്തെ കളിയിൽ 90 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 1 റൺസിൻ്റെ വർധനവുണ്ടായി. വർധനവാണ് പറഞ്ഞേക്കുന്നത്. വർധനവുണ്ടായി എങ്കിൽ 21 കളികളിലായ അയാളുടെ ശരാശരി എന്ത്? വർധനവ് വന്നു കഴിഞ്ഞാൽ എന്താ? റൺസ് മൈനസ് കളികളുടെ എണ്ണം -1. കളികളുടെ എണ്ണം -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം അല്ലേ? ആവറേജിലെ ഡിഫറൻസ്. ഓക്കെ, ഇവിടുത്തെ റൺസ് എന്ന് പറയുന്നത് 90 ആണ്. 90 മൈനസ് കളികളുടെ എണ്ണം 21 ആണ്. അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 20. 20 ഇൻറ്റു ആവറേജിലുണ്ടായ വ്യത്യാസം എത്ര? 1 റൺസിൻ്റെ വ്യത്യാസം. 20 ഇൻറ്റു 1 90 മൈനസ് 20 ഈക്വൽ ടു 70 എന്ന് കിട്ടും ആൻസർ. ഓക്കെ ആണോ? അടുത്ത നോക്കിയോ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 11ാമത്തെ കളിയിൽ 50 റൺസ് എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ 50 റൺസ് എടുത്തു. അതോടെ അയാളുടെ ശരാശരിയിൽ 2 റൺസിൻ്റെ വർധനവുണ്ടായി. വർധനവാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 11 കളികളിലായി അയാളുടെ ശരാശരി ഈക്വൽ ടു റൺസ് മൈനസ്, ഇവിടെ വർധനവാണ് ഉണ്ടായത്, അതുകൊണ്ട് മൈനസ് കളികളുടെ എണ്ണം -1 ഇൻറ്റു ആവറേജിലെ വ്യത്യാസം. റൺസ് എത്രയാണ്? 50 റൺസ് എടുത്തു. മൈനസ് കളികളുടെ എണ്ണം 11 ആണ്. 11 മൈനസ് 1 10 ഇൻറ്റു ഇവിടെ വ്യത്യാസം, ശരാശരിയിലെ വ്യത്യാസം 2 റൺസിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായത്. ആൻസർ 50 മൈനസ് 20, ആൻസർ 30 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് PSC ഓറിയൻറ്റഡ് ആയിട്ട് PSC ബേസിൽ വരാൻ ചാൻസ് ഉള്ള ഏകദേശം 18 മോഡലാണ് നമ്മൾ ചെയ്തത്. 18 മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. 18 മോഡലായിട്ട് ഏകദേശം 10-60ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക? തുടക്കം മാത്രം കാണാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ മുഴുനീളം ചെയ്യുന്നത്. പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നവർ മുഴുവൻ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ റെയിൽവേയിൽ നിന്നും ഈ ഒരു ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള RRB ക്വസ്റ്റ്യൻസിനെ വർക്കൗട്ടാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.